സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ അനുപല്ലവി. എന്താ അങ്കിൾ ഈ പറയുന്നത്? വാങ്ങിച്ച നെക്ലേസ് തിരിച്ചു കൊടുത്തേക്കാനോ? വിശ്വാസം വരാതെ അനുരാഗ് ചോദിച്ചു. അതേ മോനെ, ആ ജ്വല്ലറി ഷോപ്പുമായിട്ട് ഇപ്പോൾ നമുക്ക് അത്ര സുഖകരമല്ലാത്ത ബന്ധമാണുള്ളത്, മദന ഗോപാൽ പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മുടെ കമ്പനി ആരോടും എന്ത് സാധനം വാങ്ങിയാലും 15 ദിവസത്തെ ക്രെഡിറ്റ് പീരീഡ് വെച്ചാണ് വാങ്ങാറുള്ളത്. എന്നുവെച്ചാൽ സാധനം വാങ്ങി 15 ദിവസത്തിനകം പണം കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ എന്താണ് പ്രശ്നം? അവൻ അക്ഷമയോടെ ചോദിച്ചു. മോൻ്റെ കല്യാണത്തിന് നമ്മൾ ആദ്യം സ്വർണം വാങ്ങിക്കാൻ പോയത് ആ വസന്ത് ജ്വല്ലേഴ്സിലാണ്. അവർ നമുക്ക് ക്രെഡിറ്റ് തരാൻ തയ്യാറായില്ല. അന്ന് അവരുമായി ഉടക്കി പിരിഞ്ഞതാണ്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുപോട്ടെ, 8.5 ലക്ഷം നാളെ പേയ്മെൻറ്റ് നടത്താൻ പറ്റില്ലേ നമുക്ക്? പ്രതീക്ഷയോടെ അവൻ ചോദിച്ചു. അക്കൗണ്ടിൽ അത്രയും പണം നാളെ കാണുകയില്ല മോനെ. ഇന്നലെയല്ലേ സ്റ്റാഫിന് സാലറി കൊടുത്തത്? എന്നിട്ടും ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ്. അതായത് ബാങ്കിൽ നിന്ന് കടമെടുത്താണ് കമ്പനിയിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തതെന്ന്. എന്താനു, എന്തു പറ്റി? അനുരാഗിൻ്റെ മുഖത്തെ ദൈന്യത കണ്ട് പല്ലവി തിരക്കി. പല്ലവി, ചെറിയൊരു പ്രശ്നമുണ്ട്, അവൻ പറഞ്ഞു. എന്താണ്? അവൻ അവളെ മാറ്റി നിർത്തി കാര്യങ്ങൾ പറഞ്ഞു. അവൾക്ക് ദുഃഖമോ വേദനയോ തോന്നിയില്ല. മറിച്ച് തൻ്റെ സംശയം തെറ്റിപ്പോയില്ല എന്ന തിരിച്ചറിവിൽ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്തു. ആരോ ഇതിൻ്റെ പിന്നിൽ മനഃപൂർവ്വം കളിക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി ഉദ്ദേശം എന്താണെന്നും. പല്ലവി പെട്ടെന്ന് അനുരാഗിൻ്റെ ചുമലിൽ കൈവച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു. അതിനെന്താ അനു അപ്സെറ്റാകുന്നത്? ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ ഇത്തരം ചില പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാവും. നമ്മളതിനെ ഫേസ് ചെയ്യണം പല്ലവി, അവൻ അറിയാതെ വിളിച്ചു. സാരമില്ല, അത് തിരിച്ചു കൊടുക്കാം. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും മേടിക്കാമല്ലോ. ആ ഗിഫ്റ്റ് പാക്കറ്റ് അവൾ സെയിൽസ്മാൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു. സോറി, അക്കൗണ്ടിൽ ആവശ്യത്തിന് ഫണ്ടില്ലെന്ന് ഇപ്പോഴാ വിളിച്ചു പറഞ്ഞത്, അവൾ അറിയിച്ചു. അത് പ്രശ്നമല്ല മാഡം. മുമ്പ് ക്രെഡിറ്റിൽ ഇവിടെ നിന്ന് പലതും വാങ്ങിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ മാനേജറെ ഒന്ന് കണ്ടു നോക്കൂ. ഞാനും വരാം, പ്ലീസ് കം. അവൾ അനുരാഗിനെ ഒന്ന് നോക്കി. മാനേജറെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? സത്യാവസ്ഥ അറിയാൻ അതൊരു മാർഗമാണെന്ന് അവൾക്ക് തോന്നി. അവൻ മൂളി. സെയിൽസ്മാൻ്റെ കൂടെ അവർ ഷോറൂം മാനേജറുടെ ക്യാബിനിലേക്ക് പോയി. വെളുത്ത് തടിച്ച് കഷിണ്ടി കയറിയ ഒരു മധ്യവയസ്കനായിരുന്നു മാനേജർ. കോട്ടും ടൈയുമായിരുന്നു വേഷം. എന്താ സുനിൽ? സെയിൽസ്മാനോട് അയാൾ ചോദിച്ചു. സെയിൽസ്മാൻ കാര്യം അവതരിപ്പിച്ചു. ആർക്കി അസോസിയേറ്റ്സിലെ ഗായത്രി ദേവിയുടെ മകൻ അനുരാഗാണോ? സോറി, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്ത് വേണമെങ്കിലും വാങ്ങൂ, പേയ്മെൻറ്റ് പ്രശ്നമേ അല്ല, അയാൾ സൗഹൃദത്തോടെ പറഞ്ഞു. ഞങ്ങളുടെ ഓഫീസിൽ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് സോൾവ് ചെയ്തിട്ട് ഞങ്ങൾ വരാം. താങ്ക് യു ഫോർ യുവർ കൈൻഡ് കോർട്ടസി, പല്ലവി പറഞ്ഞു. ഓക്കെ, യു ആർ ഓൾവേസ് വെൽക്കം. എന്താവശ്യമുണ്ടെങ്കിലും വരാൻ മടിക്കല്ലേ. ഐ ആം മനോജ് കുമാർ. അയാൾ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് അനുരാഗിന് കൊടുത്തു. പല്ലവിക്ക് വേണ്ടി ആഗ്രഹത്തോടെ സെലക്ട് ചെയ്ത ഡയമണ്ട് നെക്ലേസ് തിരിച്ചു കൊടുക്കേണ്ടി വന്നതിലുള്ള സങ്കടവുമായിട്ടാണ് അനുരാഗ് ജ്വല്ലറി ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത്. മുമ്പൊരിക്കലും കമ്പനിയിൽ ഇതുപോലെ പണത്തിന് ക്ഷാമം വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴെന്താണ്? നിശബ്ദനായിട്ടാണ് അനുരാഗ് വീട്ടിലേക്ക് കാറോടിച്ചത്. എന്തു പറ്റി മിട്ടുമോനെ? അന്തരീക്ഷത്തിന് ലാഘവത്വം ഉണ്ടാക്കാനായി അവൾ കളിയായി ചോദിച്ചു. ഒന്നുമില്ല. എന്തുപറ്റി എന്നെനിക്കറിയില്ല. പക്ഷേ നടക്കാൻ പാടില്ലാത്ത പലതുമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ പറഞ്ഞു. പണത്തിൻ്റെ ബുദ്ധിമുട്ട് അനു ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആഗ്രഹിച്ച് എന്ത് നടത്തി തരാൻ ആളുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെറിയ തിരിച്ചടികൾ പോലും അനുവിനെ തളർത്തുന്നത്. ശരിയായിരിക്കും. ഗോപിയെങ്കിൽ എൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയെടുക്കുന്നുണ്ട്. ഞാൻ എന്തു പറഞ്ഞാലും എങ്ങനെ അത് സാധിച്ചു തരും. എനിക്ക് പല്ലവിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്കിളാണ് പിറ്റേന്ന് തന്നെ മൂവാറ്റുപുഴയിലേക്ക് വന്നത്. അപ്പോൾ ഗോപിനാഥ് അല്ലേ ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്? പല്ലവി സംശയിച്ചു. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല. നിന്നെ ഭാര്യയായി കിട്ടാൻ അങ്കിൾ എന്നെ സഹായിക്കുകയും ചെയ്തു. പെട്ടെന്നാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് വേറൊരു സംശയം അവളുടെ മനസ്സിൽ ഇടുത്തി പോലെ വന്നു പതിച്ചത്. രാഹുലേട്ടനെയും തൻ്റെയും കല്യാണം മുടക്കിയത് ഗോപിനാഥ് ആയിരുന്നോ? കല്യാണം നടത്തിക്കൊടുത്ത ആൾ തന്നെ മധുവിധ യാത്ര മുടക്കുകയില്ല, ഡയമണ്ട് നെക്ലേസ് വാങ്ങുന്നതിൽ നിന്ന് തടയുകയുമില്ല. ഗോപിനാഥാണ് കമ്പനിയിൽ ഏറ്റവും മുകളിലുള്ള ആൾ. അയാളുടെ അറിവും സമ്മതവുമില്ലാതെ വേറെ ആർക്കും തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയുമില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്?
ആലോചിച്ചിട്ട് അവൾക്കൊരെത്തും പിടിയും കിട്ടിയില്ല. എന്നു മാത്രമല്ല കടുത്ത തലവേദന ഉണ്ടാവുകയും ചെയ്തു. അവർ വീട്ടിൽ ചെന്നപ്പോൾ ഗായത്രി ദേവി സ്വീകരണ മുറിയിലുണ്ടായിരുന്നു. വാങ്ങിയില്ലേ? വെറും കൈയോടെ വന്ന അവരെ കണ്ട് ഗായത്രി ദേവി ചോദിച്ചു. ഇല്ലമ്മേ. വിഷമത്തോടെ അനുരാഗ അമ്മയുടെ അടുത്ത് സെറ്റിയിലിരുന്നു. പല്ലവിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങാൻ ജ്വല്ലറി ഷോപ്പിൽ പോകണമെന്ന് അവൻ ഗായത്രി ദേവിയോട് പറഞ്ഞിരുന്നു. എന്തുപറ്റി? നല്ല സെലക്ഷൻ ഇല്ലായിരുന്നോ? സെലക്ട് ചെയ്തതാ. പക്ഷേ നടന്ന സംഭവങ്ങൾ അമ്മയോട് അനുരാഗ് പറഞ്ഞു. അവർ സ്തബ്ധയായിരുന്നു. ഞാൻ ഗോപിയെ വിളിച്ചൊന്ന് ചോദിക്കാം. RK അസോസിയേറ്റ്സ് അത്ര പാപ്പരായോ എന്നറിയണമല്ലോ. ഗായത്രി ദേവി മൊബൈൽ കയ്യിലെടുത്തു. വേണ്ടമ്മേ, കമ്പനിയുടെ ഇപ്പോഴത്തെ സ്ഥിതി നമുക്കറിയില്ലല്ലോ. അങ്കിൾ പറയുന്നതായിരിക്കും ചിലപ്പോൾ ശരി. തന്നെയുമല്ല, ഞാൻ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടായാൽ അത് ഞാൻ കാരണമാണെന്നേ എല്ലാവരും വിചാരിക്കൂ. പല്ലവി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അല്ല മോളെ, എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട്. നിങ്ങളുടെ സ്വിറ്റ്സർലൻഡ് യാത്ര മാറ്റിവെക്കേണ്ടി വന്നില്ലേ? ഇതാ ഇപ്പോൾ എടുത്തു വെച്ച നെക്ലേസ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ആദ്യത്തേത് പോട്ടേന്ന് വെക്കാം. പക്ഷേ എൻ്റെ മോൻ സ്വർണ്ണക്കടയിൽ വെച്ച് അപമാനിക്കപ്പെട്ടില്ലേ? അതിൻ്റെ കാര്യം അറിയണമല്ലോ. അമ്മയൊന്ന് ക്ഷമിക്ക്. എടുത്തു ചാടി ഒന്നും ചെയ്യരുതേ. ഇത്രയും കാലം കമ്പനി നോക്കി നടത്തിയ ആളാണ് ഗോപിയെങ്കിൽ പെട്ടെന്ന് അവിശ്വസിക്കരുത്, അവൾ പറഞ്ഞു. പെട്ടെന്നുണ്ടായ അവിശ്വാസമല്ല മോളെ. കുറേ നാളായി കാര്യങ്ങൾ നേരെ ചൊവ്വയല്ല പോകുന്നതെന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് നടത്താനുള്ള പ്രായവും അനുഭവ പരിചയവും മിട്ടുവിനില്ല. സഹായത്തിന് വേറെ ആരുമില്ലായിരുന്നു ഇതുവരെ. പല്ലവി ഒന്നും മിണ്ടാതെ അവർ പറയുന്നത് കേട്ടിരുന്നു. ഇനി നീ ഉണ്ടല്ലോ മോളെ അവൻ്റെ സഹായത്തിന്. അതാണ് എനിക്കൊരു ആശ്വാസം. അമ്മ സംശയിക്കുന്നത് പോലെ ഒന്നും കാണുകയില്ല. അമ്മയുടെ മോൻ ഓഫീസ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇടപെടട്ടെ, എന്നിട്ട് മതി. ശരിയാ മോളെ. പക്ഷേ നാളെ എൻ്റെ കൂടെ നീയും വരണം, ഒരു സ്ഥലത്തേക്ക് പോകാൻ. എവിടാണമ്മേ? അവൾ ചോദിച്ചു. അത് നാളെ അറിഞ്ഞാൽ മതി. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് പല്ലവിയോട് അനുരാഗ് ആ വിചിത്രമായ ചോദ്യം ചോദിച്ചത്. എന്നെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് പല്ലവിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? മനസ്സിലാകാത്ത മട്ടിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ അങ്ങനെ ചോദിച്ചത്? ഇവിടെ വന്നിട്ട് ഒരാഴ്ച പോലും ആയില്ല. അതിനിടയിൽ സുഖകരമല്ലാത്ത കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. സന്തോഷിക്കാനുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. മിട്ടുമോൻ്റെ ഭാര്യയാകുവാൻ സാധിച്ചത് സന്തോഷിക്കാനുള്ള കാരണമല്ലെന്നാണോ പറയുന്നത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മാത്രമാണ് നിനക്ക്. അവൾ അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു. അതൊന്നും ഞാൻ കാര്യമാക്കത്തില്ല അനു. ഒരു പക്ഷേ നല്ലതിനായിരിക്കാം ഞാൻ അനുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് അനുവിനൊരു ദോഷവും വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന, അവൾ പറഞ്ഞു. അനുരാഗ് ഒരു നിമിഷം എന്തോ ചിന്തിച്ചു കിടന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമിക്കരുത്, അവൻ പറഞ്ഞു. ഇല്ല. എന്താണ്? ആ IAS ഓഫീസർ രാഹുൽ എന്നല്ലേ പേര്? അയാളെയായിരുന്നു നിനക്ക് കൂടുതൽ ഇഷ്ടമല്ലേ? അവൾ പെട്ടെന്ന് അവൻ്റെ വായ് പൊത്തി. അങ്ങനെയൊന്നും പറയല്ലേ അനു. അതൊക്കെ അടഞ്ഞ അധ്യായം. അല്ല, എനിക്ക് ചിലതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ്? നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ആ കല്യാണാലോചന വന്നത്? യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ എനിക്ക് നൃത്തത്തിൽ 1ാം സമ്മാനം കിട്ടിയല്ലോ. അത് കാരണം TV-യിൽ എൻ്റെ ഇൻ്റർവ്യൂ വന്നു. അത് കണ്ടിട്ടാണ്. എന്നെപ്പോലെയായിരുന്നു അതും. കണ്ടിഷ്ടപ്പെട്ടിട്ട്. അന്ന് നിന്റെ മൊബൈൽ ആ ATM കൗണ്ടറിൽ വെച്ച് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടില്ലായിരുന്നു. അതൊരു നിമിത്തമായിരുന്നു. രാഹുലിനെ കിട്ടാതെ പോയതിൽ നിനക്ക് വിഷമമുണ്ടോ പൊന്നേ? ഇങ്ങനൊന്നും ചോദിക്കരുതനു. നമ്മൾ ഇപ്പോൾ ഭാര്യയും ഭർത്താവുമാണ്. നമുക്കിടയിൽ വേറെ ഒരു സ്ത്രീക്കോ പുരുഷനോ ഇനി സ്ഥാനമില്ല, അവൾ പറഞ്ഞു. ശരിയാണ്. പക്ഷേ നിന്നെ കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ നിരാശയുണ്ടായി. അതുപോലെ ഒരു സങ്കടം മുമ്പൊരിക്കലും എനിക്കുണ്ടായിട്ടില്ല. നിന്നെ കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾക്കും വലിയ സങ്കടം തോന്നിയിട്ടുണ്ടാവും. പല്ലവി ഒന്നും പറഞ്ഞില്ല. രാഹുൽ പിന്നെ നിന്നെ വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്, ആശംസകൾ നേരാൻ. വേറെ കല്യാണമായോ? ഇല്ല, അച്ഛൻ വേറെ ആലോചിക്കുന്നുണ്ട്. അതിലൊട്ടും താല്പര്യമില്ലെന്നാ പറഞ്ഞത്. ഞാനും അതുപോലെ തീരുമാനിച്ചതാ. നിന്നെ കിട്ടിയില്ലെങ്കിൽ എനിക്കിനി കല്യാണമേ വേണ്ടെന്ന്. രാഹുൽ ഒരുപക്ഷേ അതുപോലെ. അറിയില്ല. ഒരു ദിവസം രാഹുലിനെ ചെന്ന് കാണണം എന്ന് എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് പറയുന്നു. എവിടെയാണ് വീട്? കൊല്ലത്താണ്. അതുവഴി നമുക്കൊരു ദിവസം കന്യാകുമാരിക്ക് പോകണം. അന്നേരം രാഹുലിനെ കാണണം. എന്തിനാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പല്ലവിക്ക് മനസ്സിലായില്ല.
പക്ഷേ അവർ തമ്മിൽ പരിചയപ്പെട്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് അവൾക്ക് തോന്നി. അനുവിന് സഹോദരങ്ങളില്ല. രാഹുലേട്ടൻ ഒരു സഹോദരനാകുമെങ്കിൽ നല്ലത് തന്നെ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലത്ത് പോകണമെന്ന്. നമുക്ക് പോയിട്ട് വരാം മോളെ. പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഗായത്രി ദേവി പറഞ്ഞു. പോകാം. പല്ലവി തലകുലുക്കി. ഞാൻ വരണ്ടേ? അനുരാഗ് ചോദിച്ചു. വേണ്ട, ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി. നീ രാവിലെ ഓഫീസിലേക്ക് പോ. അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടണം. മനസ്സിലായില്ലേ? നോക്കുകുത്തി പോലെ അവിടെ ചെന്നിരുന്നിട്ട് പോന്നാൽ പോരാ. മനസ്സിലായില്ലേ? ഞാൻ ചെന്നാലും അവരാരും എന്നോട് കമ്പനിക്കാര്യം ഒന്നും പറയാറില്ലമ്മേ. ഒരു കാര്യവും ആലോചിക്കാറുമില്ല. അവൻ പറഞ്ഞു. അതിന് എന്തെങ്കിലും പോംവഴി ഉണ്ടാക്കാം. ഭക്ഷണം കഴിച്ച് വേഷം ധരിച്ച് അനുരാഗ് ഓഫീസിലേക്ക് പോയി. മോൾക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാമോ? ഗായത്രി ദേവി അവളോട് ചോദിച്ചു. അറിയാമമ്മേ. ടൗണിലെ റോഡുകളൊക്കെ പരിചയമായിട്ട് മതി വണ്ടി ഓടിക്കുന്നത്. എല്ലാം കണ്ട് മനസ്സിലാക്കി വെക്കണം. വലിയ കാറായിരുന്നു ഗായത്രി ദേവിയുടേത്. പല്ലവി അവരോടൊപ്പം മുൻ സീറ്റിൽ തന്നെ ഇരുന്നു. പോർച്ചിൽ നിന്നിറങ്ങി കാർ ഗേറ്റിനടുത്തേക്ക് വന്നപ്പോൾ തന്നെ വാച്ചർ പാളികൾ രണ്ടും മലർക്കെ തുറന്നു വെച്ചു. ടൗണിലെ ട്രാഫിക്കിലൂടെ ഗായത്രി ദേവി അനായാസേന കാർ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടപ്പോൾ പല്ലവിക്ക് അത്ഭുതവും ആദരവും തോന്നി. 50-ാം വയസ്സിലും അവർ മെടുക്കിയാണ്. ടൗണിൽ നിന്ന് കാർ ഒരു ഗ്രാമപ്രദേശത്തേക്ക് കടന്നു. ഇരുവശത്തും നെൽവയലുകളുള്ള ഒരു നാട്ടുപ്രദേശം. അല്പം കൂടി മുന്നോട്ട് ചെന്ന് ഓടുമേഞ്ഞ ഒരു തറവാട് വീടിൻ്റെ മുൻപിൽ ചെന്ന് വണ്ടി നിന്നു. അത് ഒരു നമ്പൂതിരി ഇല്ലമാണെന്ന് പല്ലവിക്ക് മനസ്സിലായി. ഇതാണ് ബ്രഹ്മദത്തൻ തിരുമേനിയുടെ ഇല്ലം. നമ്മൾ വന്നത് എന്തിനാണെന്ന് മോൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അവൾക്ക് കാര്യം പിടികിട്ടി. കടൽ കടന്നുള്ള യാത്ര ഇപ്പോൾ അത്ര നല്ലതല്ലെന്നല്ലേ ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞത്? പണ്ട് മുതലേ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞാൻ തിരുമേനിയെ വന്ന് കാണാറാണ് പതിവ്. ഈശ്വരാധീനമുള്ള മനുഷ്യനാ. പറയുന്ന കാര്യത്തിൽ അണിവിട വ്യത്യാസം വരില്ല. ഗായത്രി ദേവി പറഞ്ഞു. ആറ്റുമണൽ വിരിച്ച വിശാലമായ മുറ്റം. അതിരിൽ തെച്ചിയും മന്ദാരവും കനകാംബരവും തുളസിയും മുല്ലയും ഒക്കെ വളർന്നു നിൽക്കുന്നു. വരാന്തയിൽ ഒരു മണി കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. വെളിയിൽ ആരും ഇല്ലായിരുന്നതിനാൽ ഗായത്രി ദേവി മെല്ലെ മണി മുഴക്കി. പൂണൂൽ ധരിച്ച ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നു നോക്കി. തിരുമേനി. ആരു വന്നു പറയണം. രണ്ടുപേരെയും മാറി മാറി ഒന്ന് നോക്കിയിട്ട് അയാൾ ചോദിച്ചു. ഗായത്രി ദേവി എന്ന് പറഞ്ഞാൽ മതി. തിരുമേനിക്കറിയാം. അയാൾ അകത്തേക്ക് കയറിപ്പോയി. ഉടൻ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. വന്നാട്ടെ, അവിടെ ഇരിക്കാമല്ലോ. ഇത്തവണ അല്പം ആദരവോടെയാണ് അയാൾ പറഞ്ഞത്. ഇല്ലത്തോട് ചേർന്നുള്ള തെക്കിനിയിലെ ഒരു മുറിയിൽ കൊണ്ടുചെന്ന് അയാൾ രണ്ടുപേരെയും ഇരുത്തി. ഉടൻ വരും, താമസിക്കില്ല. അയാൾ പോയി. തിരുമേനിയെ കാണാൻ വരുന്നവർക്കുള്ള സന്ദർശക മുറിയായിരുന്നു അത്. തിരുമേനിക്കിരിക്കാൻ കസേര, മുൻപിൽ മേശ, സന്ദർശകർക്ക് വേറെ 4-5 കസേരകൾ, പല ദൈവങ്ങളുടെയും ചിത്രങ്ങൾ. അതിനു മുൻപിൽ കൊളുത്തിവെച്ച ചെറിയ നിലവിളക്ക്. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല അവർക്ക്. ബ്രഹ്മദത്തൻ തിരുമേനി വന്നു. നരച്ച താടിയും മുടികളുമുള്ള തേജസ്വിയായ 60-കാരനായിരുന്നു അദ്ദേഹം. വെള്ള വേഷ്ടിയും കസവും നേരിയതുമായിരുന്നു വേഷം. ഗായത്രി ദേവിയെ കണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചു. അവർ മെല്ലെ എഴുന്നേറ്റു. മകൻ്റെ ഭാര്യയാണല്ലേ? അതെ, പല്ലവി. ഗായത്രി ദേവി പറഞ്ഞു. ഇരിക്കൂ. അവർ ഇരുന്നു. അദ്ദേഹം മേശയുടെ പിന്നിലെ കസേരയിലും. തിരുമേനി, ഞങ്ങൾ വന്നത് ഗായത്രി ദേവി പറയാൻ തുടങ്ങി. മനസ്സിലായി. ഒരു യാത്ര തീരുമാനിച്ചിട്ടുണ്ടല്ലേ? അടുത്ത 4 മാസം യാത്രയ്ക്ക് അശുഭലക്ഷണം കാണുന്നു എന്ന് പറഞ്ഞല്ലോ. ഞാനോ? ഗോപിയോട് അങ്ങനെയല്ലേ പറഞ്ഞത്? ഏതു ഗോപി? ഞങ്ങളുടെ മാനേജർ ഗോപിനാഥ്. അങ്ങനെ ആരും എന്നെ കാണാൻ ഇവിടെ വന്നിട്ടില്ലല്ലോ. തിരുമേനി പറഞ്ഞത് കേട്ട് ഗായത്രി ദേവിയും പല്ലവിയും പരസ്പരം ഒന്ന് നോക്കി. കുട്ടികൾ രണ്ടുപേരും വിദേശത്ത് ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഗോപിയെങ്കിൽ പറഞ്ഞത് 4 മാസത്തേക്ക് കടൽ കടന്നുള്ള യാത്ര പാടില്ലെന്ന് തിരുമേനി പറഞ്ഞെന്ന്. അത് വേറെ വല്ല തിരുമേനിയുമായിരിക്കും. ഈ നാട്ടിൽ ബ്രഹ്മദത്തൻ തിരുമേനി വേറെ ഇല്ലല്ലോ. ഗായത്രി ദേവി പറഞ്ഞു. പല്ലവി നിശബ്ദയായിരുന്നതേയുള്ളൂ. അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരേ ഒരാളേ ഉള്ളൂ, ഗോപിനാഥ്. മോൻ്റെ ജനനസമയം പറയൂ, തിരുമേനി ആവശ്യപ്പെട്ടു. അനുരാഗിൻ്റെ ജനനസമയം തീയതി സഹിതം ഗായത്രി ദേവി പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അത് വെച്ചൊരു ഗ്രഹനില വരച്ചുണ്ടാക്കി. എന്നിട്ട് എന്തോ കണക്കുകൂട്ടലുകൾ കൂട്ടി നോക്കി. യാത്ര പോകാൻ ഒരു തടസ്സവുമില്ല ഇപ്പോൾ. ധൈര്യമായിട്ട് പോകാം. സമയം വളരെ അനുകൂലമാണ്, അദ്ദേഹം പറഞ്ഞു. മനസ്സിലായ മട്ടിൽ ഗായത്രി ദേവി ഒന്ന് തലയാട്ടി.
പക്ഷേ രാശിവശാൽ മകൻ ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാനിരിക്കുന്നത്. ചില വഴിപാടുകൾ നടത്തിയാൽ അതിൻ്റെ തീവ്രത കുറച്ച് കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട്. അത് കേട്ടപ്പോൾ ഗായത്രി ദേവിയും പല്ലവിയും ഒന്ന് ഞെട്ടി. തിരുമേനി ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞു. ചെയ്യാനുള്ള വഴിപാടുകളുടെ ചാർത്ത് എഴുതി കൊടുത്തു. ഭയപ്പെടാനില്ലാന്ന് സമാധാനിപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂർ സമയം അവിടെ ചെലവഴിച്ചിട്ടാണ് ഗായത്രി ദേവിയും പല്ലവിയും മടങ്ങിയത്. തിരിച്ചുള്ള യാത്രയിൽ രണ്ടുപേരും ഒരക്ഷരം പോലും സംസാരിച്ചില്ല. രണ്ടുപേരും അവരവരുടെ ചിന്തകളിലായിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ശേഷം മൊബൈൽ എടുത്ത് ഗോപിനാഥിനെ ഗായത്രി ദേവി വിളിച്ചു. എന്താ ദേവിയെടുത്തി? ഭവ്യതയോടെ അയാൾ ചോദിച്ചു. ഞാൻ ഇന്ന് നമ്മുടെ ബ്രഹ്മദത്തൻ തിരുമേനിയെ ഒന്ന് കാണാൻ പോയിരുന്നു. അയാൾ ഒന്ന് ഞെട്ടി. വേറൊന്നിനുമല്ല, അവൻ പുതിയൊരു കാർ വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പുതിയ വാഹനം മേടിക്കാൻ പറ്റിയ സമയം ആണോ എന്നറിയാൻ പോയതാ. എന്നിട്ട് എന്തു പറഞ്ഞു തിരുമേനി? വാങ്ങുന്നതിൽ തെറ്റില്ലെന്നാ. പക്ഷേ ഞാൻ പറഞ്ഞു പുതിയ വണ്ടി വേണ്ട, ഇപ്പോഴുള്ളത് മതിയെന്ന്. കമ്പനിയിൽ ഇപ്പോൾ പണത്തിന് നല്ല ബുദ്ധിമുട്ടുള്ള സമയമല്ലേ? അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി. അനുമോന് എന്തു വണ്ടി വേണമെന്ന് ചോദിക്കൂ, നമുക്ക് മേടിക്കാം. തൽക്കാലം വേണ്ട ഗോപി, ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. കമ്പനി കാര്യങ്ങളിൽ അവനെ കൂടി ഉൾപ്പെടുത്തണം. അവനും എല്ലാം പഠിക്കട്ടെ. അങ്ങനെ ചെയ്യാം. ഗായത്രി കോൾ കട്ട് ചെയ്തു. തൽക്കാലം ഇത്രയും മതി മോളെ, ഒരു തുടക്കം മാത്രം. പല്ലവി ശരിവെച്ചു. അന്ന് ധൻബാദ് എക്സ്പ്രസ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞിരുന്നു. അവസാനത്തെ സ്റ്റേഷനായിരുന്നതുകൊണ്ട് യാത്രക്കാർ ധൃതി കൂട്ടാതെയാണ് ഇറങ്ങിയത്. സെക്കൻഡ് AC ബോഗിയുടെ വാതിലിനടുത്ത് 20 വയസ്സ് മാത്രം പ്രായം വരുന്ന സുന്ദരിയായൊരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. പിടിച്ചു കിടക്കുന്ന ജീൻസും വെള്ള ഷർട്ടുമായിരുന്നു അവളുടെ വേഷം. കറുത്ത കണ്ണട ധരിച്ചിരുന്നു. പ്ലാറ്റ്ഫോമിൻ്റെ ഇരുവശത്തേക്ക് നോക്കി സ്റ്റേഷൻ ആലപ്പുഴയാണെന്ന് ഉറപ്പിച്ചിട്ട് അവൾ വണ്ടിയിൽ നിന്നിറങ്ങി. സാമാന്യം വലിയൊരു ഷോൾഡർ ബാഗ് അവൾ പിൻവശത്ത് തൂക്കിയിട്ടിരുന്നു. അല്പനേരം കാത്തു നിന്നിട്ടാണ് അവൾക്കൊരു ഓട്ടോ കിട്ടിയത്. മുല്ലയ്ക്കൽ, അവൾ പറഞ്ഞു. വണ്ടി ടൗണിലേക്ക് ഓടി. അമ്പലത്തിനടുത്തേക്കാണോ? അല്പനേരം കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ചോദിച്ചു. ഡോക്ടർ രാമദാസിൻ്റെ വീട്ടിൽ പോകാനാ. അവൾ പറഞ്ഞു. ഹോമിയോ ഡോക്ടർ അല്ലേ? അറിയാം. മുല്ലയ്ക്കൽ ചെന്ന വണ്ടി അല്പദൂരം ഓടി. പ്രധാന റോഡിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് പിന്നെയും ഓടിയിട്ട് ബൊഗെയിൻ വില്ല കൊണ്ട് ഗേറ്റിന് മുകളിൽ ആർച്ചുണ്ടാക്കിയ ഒരു പഴയ ഇരുനില വീടിൻ്റെ മുൻപിൽ ചെന്ന് നിന്നു. ഗേറ്റിനടുത്ത് ഡോക്ടർ രാമദാസ് എന്ന ബോർഡുണ്ടായിരുന്നു. അവൾ ഓട്ടോ കൂലി കൊടുത്ത് വണ്ടിയിൽ നിന്നിറങ്ങിയിട്ട് ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറി. ടൈൽസ് വിരിച്ച മുറ്റം, ചെടിച്ചട്ടികളിൽ പൂത്തുലഞ്ഞ ചെടികൾ. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ സെറ്റുമുണ്ട് ധരിച്ച ഒരു 50-കാരിയാണ് വന്ന് വാതിൽ തുറന്നത്. അവർ അവളെ ഒന്ന് നോക്കി. എൻ്റെ പേര് പൂജ, സുശീലാമ്മ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ? മനസ്സിലായ മട്ടിൽ ആ സ്ത്രീ തല കുലുക്കി. കേറി വാ, മുകളിൽ ആ കൊച്ചിൻ്റെ മുറി. അവരോടൊപ്പം അവൾ കോണിപ്പടി കയറി മുകളിലെത്തി. കട്ടിലും മേശയും കസേരയും ഒക്കെയുള്ള ഒരു കിടപ്പുമുറിയായിരുന്നു അത്. കഴിക്കാറാവുമ്പോൾ താഴേക്ക് വന്നാൽ മതി, സ്ത്രീ പറഞ്ഞു. എനിക്കൊന്ന് കുളിക്കണം. അവർ പോയപ്പോൾ അവൾ ബാഗ് ബെഡിലേക്ക് വെച്ചു. എന്നിട്ട് ചെന്ന് വാതിലടച്ചു. ജീൻസിൻ്റെ ഹിപ്പ് പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് അവൾ ഒരു നമ്പറിൽ വിളിച്ചു. ഹലോ, മിസ്റ്റർ അനുരാഗ് അല്ലേ? അതെ, ഞാൻ പൂജ, ജാർഖണ്ഡിൽ നിന്ന് വരുന്നു. പ്രസീതയുടെ കൂട്ടുകാരിയാണ്. മുല്ലയ്ക്കൽ ഒരു വീട്ടിലുണ്ട്. അവൾ നിങ്ങളെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അന്വേഷിക്കാൻ വന്നതാണ് ഞാൻ. അവൾ മൊബൈൽ ഇടത് ചെവിയിൽ നിന്ന് വലത് ചെവിയിലേക്ക് മാറ്റിപ്പിടിച്ചു. അനുരാഗിൻ്റെ പ്രതികരണം ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല പൂജയ്ക്ക്. മിസ്റ്റർ അനുരാഗ്, അവൾ വിളിച്ചു. യെസ്, പറയൂ. അവൻ്റെ സ്വരം ദുർബലമായിരുന്നു. ഞാൻ പറഞ്ഞത് കേട്ടോ? ഏതാണ്ട് 1.5 മാസം മുമ്പ് പ്രസീത ആലപ്പുഴയിൽ വന്നത് നിങ്ങളെ കാണാൻ വേണ്ടിയാണ്. പക്ഷേ അതിനുശേഷം അവളെക്കുറിച്ചൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എവിടെയാണെന്നറിയില്ല. ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. പ്രസീത എവിടെയാണെന്ന് എനിക്കും അറിയില്ല. അനുരാഗ് പറഞ്ഞു. പ്രസീതയ്ക്ക് വേണ്ടി പോലീസിൽ ഒരു മാൻ മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനു മുമ്പ് നിങ്ങളെ എനിക്ക് നേരിട്ട് കണ്ട് ഒന്ന് സംസാരിക്കണം. എപ്പോഴാണ് സൗകര്യം? പൂജ ചോദിച്ചു. സോറി, ഞാൻ ഇന്ന് തിരക്കിലാണ്. ഉച്ച കഴിഞ്ഞ് എനിക്കൊരു സ്ഥലം വരെ പോകണം. എവിടെ? മൂവാറ്റുപുഴ. അവിടെ എന്താണ് വിശേഷം? എൻ്റെ വൈഫിൻ്റെ വീട് അവിടെയാണ്. ഓ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? അതെനിക്ക് അറിയില്ലായിരുന്നു. കല്യാണം കഴിക്കാൻ വേണ്ടി പ്രസീതയെ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയല്ലേ? ആരും ആരെയും ഒഴിവാക്കിയില്ല. മൂവാറ്റുപുഴയിൽ പോയിട്ട് എന്ന് വരും? അവൾ ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞ്. അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇന്ന് തന്നെ കാണണം. ഒരു സ്ഥലം പറയൂ, ഞാൻ അവിടെ വരാം.
ഇന്ന് തന്നെ നിങ്ങളെ എനിക്ക് കാണണം. എവിടെ വരണമെന്ന് പറയൂ, കണ്ടേ പറ്റൂ, അവൾ ആവശ്യപ്പെട്ടു. ശരി, കുറച്ചു കഴിഞ്ഞ് ഞാൻ ഈ നമ്പറിൽ വിളിക്കാം. അനുരാഗ് കോൾ കട്ട് ചെയ്തു. അവൾ അവനെ വീണ്ടും വിളിച്ചു. പക്ഷേ അവൻ കോൾ എടുത്തില്ല. അവൾ വീണ്ടും വിളിക്കാൻ ശ്രമിച്ചില്ല. തിരിച്ചു വിളിക്കുമോ എന്നറിയട്ടെ, ഇല്ലെങ്കിൽ നേരിട്ടങ്ങ് ചെല്ലും. ബാഗിൽ നിന്ന് ടവലും സോപ്പും എടുത്ത് അവൾ മേശപ്പുറത്ത് വെച്ചു. 2-3 ദിവസത്തെ യാത്ര കാരണം മുടി ഒരു പരുവമായിട്ടുണ്ട്. അവൾ ഷാമ്പൂ എടുത്തു. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടിട്ട് ബാത്റൂമിൽ കയറി വാതിലടച്ചു. അവൻ പേടിച്ചിട്ടുണ്ട്. പേടിച്ചു പോകുമല്ലോ. 55 കിലോ ഭാരമുള്ള ഒരു പെണ്ണ് വെറുതെ അങ്ങ് വായുവിൽ അപ്രത്യക്ഷമാകുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് മറുപടിയെന്ന് അറിയണമല്ലോ. അവൾ കുളി കഴിഞ്ഞ് വന്ന് ബാഗിൽ നിന്ന് ഒരു സ്കേർട്ടും ടോപ്പും എടുത്ത് ധരിച്ചു. ഷാമ്പു ചെയ്ത മുടി സീലിംഗ് ഫാനിൻ്റെ ചുവട്ടിൽ നിന്ന് ഉണക്കി ഭംഗിയായി ചീകിയിട്ടാണ് കോണിപ്പടി ഇറങ്ങി താഴേക്ക് ചെന്നത്. ആ സ്ത്രീ മുൻവശത്തെ മുറിയിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വീണ്ടും കാണിക്കുന്ന ഏതോ സീരിയൽ കണ്ടിരിക്കുന്നു. ചോറെടുക്കട്ടെ, അവളെ കണ്ട് അവർ ചോദിച്ചു. TV ഓഫ് ചെയ്യാതെ അവർ ഊണുമുറിയിലേക്ക് ചെന്ന് ഒരു പ്ലേറ്റ് എടുത്ത് ചോറും കറികളും നിരത്തി വെച്ചു. എന്താണ് ആൻറ്റിയുടെ പേര്? കഴിക്കാനിരിക്കുമ്പോൾ അവൾ ചോദിച്ചു. ശാരദ. സുശീലാമ്മ പേര് പറഞ്ഞിരുന്നു, ഞാൻ മറന്നതാ. സുശീലാമ്മയെ കൊച്ചിന് എങ്ങനെയാ പരിചയം? എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയാ. കോളേജിൽ അവരൊന്നിച്ച് പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ രാമദാസിൻ്റെ അനിയത്തിയാണ് സുശീലാമ്മ. ഡോക്ടറല്ലാതെ ഇവിടെ വേറെ ആരും താമസമില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, മോൾ ബാംഗ്ലൂരിലല്ലേ? ശാരദയെ കണ്ടാൽ വീട്ടുജോലിക്കാരിയാണെന്ന് തോന്നുകയില്ല. നല്ല ഐശ്വര്യമുള്ള സ്ത്രീ. ഡോക്ടറുടെ വൈഫ് മരിക്കുന്നതിന് മുമ്പേ ആൻറ്റി ഇവിടെയുണ്ടോ? ഉണ്ട്. ഡോക്ടർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരില്ലേ? വരും. ഇന്നൊരു കല്യാണമുണ്ട്. അവിടുന്ന് കഴിച്ചിട്ട് നേരെ ക്ലിനിക്കിലേക്ക് പോകും. ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. എന്താ ഇവിടെ? ഒരു കൂട്ടുകാരിയെ തിരക്കി വന്നതാ. ഊണ് കഴിച്ചിട്ട് പൂജ വീണ്ടും മുകളിലുള്ള മുറിയിലേക്ക് മടങ്ങി. 3 മണി വരെ കാക്കും. അതിനുള്ളിൽ അനുരാഗിൻ്റെ വിളി വന്നില്ലെങ്കിൽ അവൾ തലയിണകൾ ഉയർത്തിവെച്ച് ബെഡിൽ ചാരിയിരുന്നു. ബെഡ്റൂമിൻ്റെ വാതിലിൽ ആരോ മുട്ടി. അനുരാഗ് ഞെട്ടലോടെ തല തിരിച്ചു നോക്കി. പല്ലവിയായിരിക്കും, വേറെ ആരാവാനാണ്? ഭാഗ്യത്തിന് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ബെഡിൽ വച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി. അവൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. പല്ലവി വെളിയിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ഊണ് കഴിക്കാൻ വരാത്തത്? സമയം ഇപ്പോൾ എത്രയായിന്നറിയാമോ? അമ്മ വെയിറ്റ് ചെയ്യുക, അവൾ പറഞ്ഞു. ഞാൻ ചെറിയൊരു ജോലിയിലായിരുന്നു. ലാപ്ടോപ്പ് ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു. എന്താ വല്ലാണ്ടിരിക്കുന്നേ? സുഖമില്ലേ? അപ്പോഴാണ് അവൻ്റെ വിളറിയ മുഖം അവൾ ശ്രദ്ധിച്ചത്. ഏയ്, ഒന്നുമില്ല. ലാപ്പിൽ നോക്കിയിരുന്ന് കണ്ണുകൾ ചെറുതായി വേദനിക്കുന്നു. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. എന്നാൽ വാ. അവൻ പല്ലവിയോടൊപ്പം താഴേക്ക് ചെന്നു. അപ്പോഴാണ് അവൻ്റെ പോക്കറ്റിലിരുന്ന മൊബൈൽ ബെല്ലടിച്ചത്. അവൻ അറിയാതെ ഒന്ന് ഞെട്ടി. നോക്കിയപ്പോൾ പീയൂഷാണ് വിളിക്കുന്നത്. അങ്ങോട്ട് വിളിച്ചപ്പോൾ കിട്ടിയില്ല. തിരിച്ച് വിളിക്കുന്നതാണ്. ഹലോ പീയൂഷ്. അവൻ കോൾ എടുത്തു. ഞാൻ ഊണ് കഴിക്കുകയായിരുന്നു. എന്താ അനു വിളിച്ചത്? ഓഫീസിലേക്കൊന്ന് വരാമോ? ഒരു അത്യാവശ്യമുണ്ട്. എപ്പോൾ വരണം? അരമണിക്കൂർ. ഓക്കെ. കൂടെ പല്ലവി ഉണ്ടായിരുന്നു. എനിക്ക് ഓഫീസിലൊന്ന് പോകണമായിരുന്നു, അവൻ പറഞ്ഞു. വരാൻ താമസിക്കുമോ? അവർ 4 മണിയാകുമ്പോൾ മൂവാറ്റുപുഴയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ചെന്നാലേ അറിയൂ. എന്നാൽ നമുക്ക് വീട്ടിലേക്ക് നാളെ രാവിലെ പോകാം. അനു ധൃതി പിടിച്ച് വരണ്ട, അവൾ പറഞ്ഞു. പല്ലവിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നി അവന്. ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ. എന്നാൽ നാളെ രാവിലെ നമുക്ക് പോകാം, അതാണ് നല്ലത്, ആശ്വാസത്തോടെ അവൻ പറഞ്ഞു. ഗായത്രി ദേവി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ 3 പേരും കൂടിയാണ് ഭക്ഷണം കഴിച്ചത്. അനുരാഗിന് ഒട്ടും വിശപ്പ് അനുഭവപ്പെട്ടില്ല. പൂജ പറഞ്ഞ വാക്കുകളാണ് അവൻ്റെ ഉള്ളിൽ മുഴുങ്ങിക്കൊണ്ടിരുന്നത്. പ്രസീതയെ കാണാതായതിനെക്കുറിച്ച് പോലീസിലൊരു കംപ്ലൈൻറ്റ്. ഒരു വിധത്തിൽ അവൻ ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി. അമ്മേ, ഞാൻ ഓഫീസിലൊന്ന് പോയിട്ട് വരാം, അവൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളിന്ന് പോകുന്നില്ലേ? ഞങ്ങൾ യാത്ര നാളത്തേക്ക് മാറ്റി അമ്മേ, പല്ലവിയാണ് മറുപടി പറഞ്ഞത്. രാവിലെ പോകുന്നതാ മോളെ നല്ലത്. ഗായത്രി ദേവി അത് അംഗീകരിച്ചു. അനുരാഗ് ഓഫീസിൽ ചെന്നപ്പോൾ പീയൂഷ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്താ അനു കാര്യം? ഒരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുക പീയൂഷ്. ആ പ്രസീതയെ അന്വേഷിച്ച് അവളുടെ കൂട്ടുകാരി വന്നിട്ടുണ്ട്. പൂജ പറഞ്ഞ കാര്യങ്ങൾ അവൻ പീയൂഷിനെ അറിയിച്ചു. പൂജ എന്നൊരു കൂട്ടുകാരിയെക്കുറിച്ച് അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊരു പേര് അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അവൾക്ക് കൂട്ടുകാരികളുണ്ട്, നാട്ടിലെ മാത്രമല്ല അവിടത്തെയും.
അന്നു പ്രസീത നിന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു എന്ന കാര്യം അവൾ പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ. വന്നിട്ടില്ല എന്ന് നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ? പീയൂഷ് ചോദിച്ചു. വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ? കംപ്ലൈൻറ്റ് കൊടുത്താൽ പോലീസ് അന്വേഷിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറിയ മനസ്സുമായി അനുരാഗ് ഇരുന്നു. പല്ലവിയും വീട്ടുകാരും ഇത് വല്ലതും അറിഞ്ഞാൽ അങ്ങനെ പിന്നെ അവരുടെ മുഖത്ത് നോക്കും. കല്യാണം കേൾക്കേണ്ടിയിരുന്നില്ല. പക്ഷേ അമ്മ ഇത് വല്ലതും അറിഞ്ഞാൽ തകർന്നു പോകും. ഞാൻ എന്ത് ചെയ്യും പീയൂഷ്? അവൻ നിസ്സഹായതയോടെ പീയൂഷിനെ നോക്കി. നീ ചെന്ന് അവളെ കാണൂ. അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് അറിയൂ. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടതെന്ന്. സംഭവിച്ചതെന്താണെന്ന് അവളോട് പറയണോ? അനുരാഗ് ചോദിച്ചു. വേണ്ട, അവൾ വന്നിരുന്നു. രാവിലെ തിരിച്ചു പോവുകയും ചെയ്തു. വേറൊന്നും നിനക്കറിയില്ല. അവൻ മെല്ലെ തലകുലുക്കി. അങ്ങനെ പറയാം. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. നീ അവളെ വിളിക്ക്, പീയൂഷ് ആവശ്യപ്പെട്ടു. എവിടെ വെച്ച് കാണാനാണ്? സീബ്രീസിൽ വരാൻ പറയൂ. ബീച്ചിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് സീബ്രീസ്. അനുരാഗ് മൊബൈൽ എടുത്ത് പൂജയെ വിളിച്ചു. ഹലോ. കാത്തിരുന്നത് പോലെ അവൾ പെട്ടെന്ന് കോൾ എടുത്തു. ബീച്ചിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സീബ്രീസ്. അവിടെ വന്നാൽ എന്നെ കാണാം, അവൻ പറഞ്ഞു. എപ്പോൾ? 10 മിനിറ്റിനകം ഞാൻ അവിടെ വരും. ഇപ്പോൾ 2:30. 3 മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തും. ഉണ്ടാവണം അവിടെ, അവൾ പറഞ്ഞു. ശരി. അവളാണ് ആദ്യം കോൾ കട്ട് ചെയ്തത്. നീയും കൂടെ വരാമോ? അനുരാഗ് ചോദിച്ചു. വരാം, പക്ഷേ കാറിൽ ഇരിക്കുകയുള്ളൂ. തമ്മിൽ കാണുന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രം. അനുരാഗ് മിണ്ടിയില്ല. അവളുടെ ഡീറ്റെയിൽസ് മുഴുവനും നീ മനസ്സിലാക്കാൻ ശ്രമിക്കണം. വെറുതെ ഒരുത്തി വന്ന് പ്രസീതയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വിശ്വസിക്കണം? പീയൂഷ് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവന് തോന്നി. അല്പനേരം കൂടി അവർ സംസാരിച്ചിരുന്നു. പിന്നെ ബീച്ചിലേക്ക് പോയി. പീയൂഷാണ് കാർ ഡ്രൈവ് ചെയ്തത്. ഉച്ച കഴിഞ്ഞ് ആ നേരത്ത് റെസ്റ്റോറൻറ്റിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല. ജനാലയുടെ അടുത്തുള്ള ഒരു മേശയുടെ അടുത്ത് രണ്ടുപേരും ഇരുന്നു. അവിടെ ഇരുന്നാൽ വെയിൽ വീണ കിടക്കുന്ന നീലക്കടൽ കാണാമായിരുന്നു. 3 മണിക്ക് 5 മിനിറ്റുള്ളപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് സീബ്രീസിൻ്റെ മുമ്പിൽ നിന്നു. നീല ജീൻസും സ്ലീവ്ലെസ് ടോപ്പും അണിഞ്ഞ ഒരു പെൺകുട്ടി ഓട്ടോയിൽ നിന്നിറങ്ങി. അവൾ കറുത്ത കണ്ണട ധരിച്ചിരുന്നു. അതവളാണെന്ന് തോന്നുന്നു. പീയൂഷ് പെട്ടെന്ന് എഴുന്നേറ്റു. അനുരാഗിൻ്റെ ഹൃദയം ഒന്ന് മിടിക്കാൻ മറന്നു. ബി കൂൾ. ഒരു പേടിയും വേണ്ട. ധൈര്യമായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. പീയൂഷ് പുറത്തേക്കിറങ്ങി. അല്പം മാറി പാർക്ക് ചെയ്തിരുന്ന കാറിൽ ചെന്നിരുന്നു. ചെറിയ ഹാളായിരുന്നു റെസ്റ്റോറൻറ്റ്. 10-15 മേശകൾ, അതിനു ചുറ്റും 4 വീതം കസേരകൾ. വാതിലിനടുത്തേക്ക് വന്ന് അവൾ ഉള്ളിലാകെ ഒന്ന് കണ്ണോടിച്ചു. അനുരാഗിനെ കണ്ടപ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഐ ആം പൂജ, അവൾ പറഞ്ഞു. ഇരിക്കൂ, അനുരാഗ് പറഞ്ഞു. മേശയുടെ അടുത്തുള്ള കസേരയിൽ അവൾ ഇരുന്നു. എന്നിട്ട് മുഖത്ത് നിന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്ത് ചെറിയ വാനിറ്റി ബാഗിൽ വെച്ചു. അനുരാഗിനെ ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നോർത്ത് അത്ഭുതം തോന്നുന്നുണ്ടോ? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. അവൾ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നേരിൽ കണ്ടപ്പോഴാണ് അതിലും സുന്ദരനാണെന്ന് മനസ്സിലായത്. അവൻ അവളെ ഒന്ന് നോക്കി. സംസാരിക്കുമ്പോൾ തലയുടെ ചലനമനുസരിച്ച് ഇളകിയാടുന്ന നീളമുള്ള ലോലാക്കുകളാണ് അവൾ കാതുകളിൽ അണിഞ്ഞിരുന്നത്. ചുണ്ടുകളിൽ നേർമയായി ലിപ്സ്റ്റിക് ഇട്ടിരുന്നു. സുന്ദരിയാണ്. വെറുതെയല്ല അവൾക്ക് അനുരാഗിനെ മറക്കാൻ കഴിയാഞ്ഞത്. ഇവിടെ ക്യാമ്പസിൽ എത്രയോ സുന്ദരന്മാരായ ബോയ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഓർഡർ എടുക്കാൻ വെയിറ്റർ വന്നു. എന്താണ് പൂജയ്ക്ക് കുടിക്കാൻ? അവൻ ചോദിച്ചു. അല്പനേരം ഇരിക്കാനുള്ളതല്ലേ, ഐസ്ക്രീം മതി, ചോക്ലേറ്റ്, അവൾ പറഞ്ഞു. 2 ചോക്ലേറ്റ് ഐസ്ക്രീമിന് അവൻ ഓർഡർ കൊടുത്തു. പൂജ അവനെ ഒന്ന് നോക്കി. അറിയാമല്ലോ, പ്രസീത അവിടെ ലോ കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്നു. ഞാൻ പക്ഷേ സോഷ്യോളജി MAക്ക് വേറൊരു കോളേജിലാണ് പഠിക്കുന്നത്. മലയാളി കുട്ടികൾ താമസിക്കുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ട് ധൻബാദിൽ. അവിടെ റൂംമേറ്റ് ആയിരുന്നു പ്രസീതയും ഞാനും. അവൾ പറയുന്നത് കേൾക്കാൻ അനുരാഗ് ക്ഷമയോടെ ഇരുന്നു. ഇവിടെ അവളോടൊപ്പം സെൻറ് ജോസഫ്സിൽ പഠിച്ച രാജശ്രീയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ അവൾ വന്നത് തന്നെ അനുരാഗിനെ കാണാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് അവൾ വള്ളിപുള്ളി വിടാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റർ 2 ഐസ്ക്രീം കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വെച്ചു. ഗുരുവായൂർ വെച്ച് കല്യാണം, ചേർത്തലയിൽ റിസപ്ഷൻ കഴിഞ്ഞ് അനുരാഗിനെ കാണാൻ ആലപ്പുഴയ്ക്ക് പോകുമെന്നാണ് അവൾ പറഞ്ഞത്. ചേർത്തലയിൽ വന്നു കഴിഞ്ഞ് പ്രസീത എന്നെ വിളിച്ചു. ഞാനാണ് അവളെ ചേർത്തലയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത്, അവൻ പറഞ്ഞു. അന്ന് രാത്രിയിൽ അവൾ എന്നെ വിളിച്ച് എല്ലാം പറഞ്ഞിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള കുറേ സെൽഫികൾ അവൾ എനിക്ക് അയച്ചു തന്നു. മൊബൈലിൽ അവൾ സേവ് ചെയ്തിരുന്ന 2-3 ഫോട്ടോകളെടുത്ത് അനുരാഗിനെ കാണിച്ചു. പ്രസീത വന്ന അന്ന് ഹോട്ടലിൽ വെച്ച് അവൾ എടുത്ത സെൽഫികളായിരുന്നു അവ.
മൂന്നിലും അവളും അവനും ചേർന്ന് നിൽക്കുകയായിരുന്നു. 25-ാം തീയതി സന്ധ്യയോടെയാണ് അനുരാഗിനോടൊപ്പം അവൾ ഇവിടെ നിങ്ങളുടെ ഹോട്ടലിലെത്തിയത്. പിറ്റേന്ന് രാവിലെ അവൾ എങ്ങോട്ടാണ് പോയത്? അനുരാഗ് ഭയപ്പെട്ടിരുന്ന ചോദ്യമായിരുന്നു അത്. ധൻബാദ് എക്സ്പ്രസ് പിടിക്കാൻ അവൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവൻ പറഞ്ഞു. എങ്ങനെയാണ് പോയത്? അനുരാഗ് കാറിൽ കൊണ്ടുചെന്ന് വിടുകയായിരുന്നു. അതെ, അവൻ നുണ പറഞ്ഞു. ട്രെയിൻ കയറ്റി വിട്ടതിന് ശേഷമാണോ തിരിച്ചു പോന്നത്? അല്ല, വെയിറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞു അവൾ. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ തിരിച്ചു പോന്നു. പക്ഷേ അവൾ ധൻബാദിൽ തിരിച്ചെത്തിയില്ല. പിന്നെ എന്തിനാണ് 2 മാസത്തോളം അവളെ അന്വേഷിക്കാതിരുന്നത്? അവൻ ചോദിച്ചു. അവളുടെ ഒരു ചേച്ചി ചിറ്റൂരിൽ താമസമുണ്ട്. അവൾ ചേച്ചിയെ കാണാൻ പോയി കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അവളെ പലതവണ വിളിച്ചെങ്കിലും ബെല്ലുണ്ടായിരുന്നില്ല. ഒരാഴ്ച മുമ്പ് ചേച്ചി എന്നെ വിളിച്ചപ്പോഴാണ് അവൾ അവിടെ ചെന്നിട്ടില്ലെന്ന് അറിയുന്നത്. ഐസ്ക്രീം സാവധാനം കഴിച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചത്. കഴിക്കുന്നു എന്ന് നടിച്ച് അവനിരുന്നു. എനിക്ക് അനുരാഗിൻ്റെ സഹായം വേണം. പോലീസിൽ കൊടുക്കാനുള്ള കംപ്ലൈൻറ്റ് ഇന്ന് തന്നെ ഞാൻ തയ്യാറാക്കാം. എൻ്റെ കൂടെ നാളെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. നാളെ ഞാൻ സ്ഥലത്തുണ്ടാവില്ല. ഇന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകാനിരുന്നതാ. നാളെ രാവിലെ പോകും. അവൻ പറഞ്ഞു. എന്ന് തിരിച്ചു വരും? 2-3 ദിവസം കഴിയും. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. അനുരാഗ് എൻ്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്റ്റേഷനിലേക്ക് പോയേനെ. അവൻ മിണ്ടിയില്ല. പേടിയുണ്ടോ? അവൾ പെട്ടെന്ന് ചോദിച്ചു. എന്തിന്? അനുരാഗാണ് അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിട്ടത്. പക്ഷേ അവൾ ധൻബാദ് എക്സ്പ്രസ്സിൽ കയറിയിട്ടില്ലെങ്കിൽ അതിന് കാരണം അനുരാഗ് തന്നെ ബോധിപ്പിക്കേണ്ടി വരും. അവൻ്റെ തൊണ്ട വരണ്ടു. റിസർവേഷൻ ചാർട്ട് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും പ്രസീത അന്ന് ആ വണ്ടിയിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പോലീസിന് അത് നിഷ്പ്രയാസം സാധിക്കും. അവൻ്റെ മുഖം വിളറി. അവൾ അത് കണ്ടു. ശരി, നമുക്ക് പോകാം, അവൾ പറഞ്ഞു. ബില്ലിനു വേണ്ടി അവർ കാത്തിരുന്നു. അനുരാഗിനോടൊപ്പം എനിക്കൊരു സെൽഫി എടുക്കണമെന്ന ആഗ്രഹമുണ്ട്. തിരിച്ച് ക്യാമ്പസിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരികളെ കാണിക്കാനാണ്. ഇത്രയും സുന്ദരനായ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടെന്ന് അവർ അസൂയപ്പെടട്ടെ, അവൾ പറഞ്ഞപ്പോൾ അവൻ യാന്ത്രികമായി അവളോട് ചേർന്നിരുന്നു. അവൾ അവനോട് ചേർന്ന് നിന്ന് ഒരു സെൽഫി ക്ലിക്ക് ചെയ്തു. മുഖം പ്ലസൻ്റ് അല്ല, ഒന്ന് ചിരിക്കൂ പ്ലീസ്, അവൾ പറഞ്ഞു. അവൻ ചുണ്ടുകളിൽ ഒരു ചിരി വരുത്തി. അവൾ 2-3 സെൽഫികൾ കൂടി എടുത്തു. ചേർന്ന് നിന്നപ്പോൾ അവൾ ഉപയോഗിച്ച പെർഫ്യൂമിൻ്റെ നേർത്ത സുഗന്ധം അവൻ അനുഭവപ്പെട്ടു. അവർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. പൂജയെ എവിടെ ഡ്രോപ്പ് ചെയ്യണം? അനുരാഗ് മര്യാദയുടെ പേര് ചോദിച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള ബീച്ച്. കണ്ടിട്ട് പതിയെ പൊയ്ക്കോളൂ, ഞാൻ വിളിക്കാം. അനുരാഗ് ചെന്ന് കാറിൽ കയറി. ടൗണിലേക്ക് പോകുമ്പോൾ പൂജയെക്കുറിച്ച് അവനെല്ലാം പീയൂഷിനോട് പറഞ്ഞു. അവൾ പ്രസീതയെ അന്വേഷിച്ച് മാത്രം വന്നതല്ലെന്ന് തോന്നുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പീയൂഷ് പറഞ്ഞു. പിന്നെന്തിന്? അവൾക്ക് വേറെന്തോ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. എന്ത് ഗൂഢലക്ഷ്യങ്ങൾ? കുറച്ച് വെയിറ്റ് ചെയ്യാം, അതെന്താണെന്ന് അപ്പോഴറിയാം. അജ്ഞാതമായൊരു ഭീതി പാമ്പിനെ പോലെ അനുരാഗിനെ ചുറ്റി വരിയാൻ തുടങ്ങി. പല്ലവി പറഞ്ഞത് കേട്ട് ബാലകൃഷ്ണൻ നായരും രാജേശ്വരിയും തരിച്ചിരുന്നു. നിന്റെ ഊഹം ശരിയാണെങ്കിൽ വലിയ അപകടത്തിലേക്കാണല്ലോ മോളെ കാര്യങ്ങൾ നീങ്ങുന്നത്, ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. അപകടത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ടും 100 രൂപ പോലും അനുരാഗിനോ അമ്മയ്ക്കോ അതിൽ നിന്നെടുക്കാൻ പറ്റില്ല. ആ ഗോപിനാഥിൻ്റെ മുമ്പിൽ കൈ നീട്ടി നിൽക്കണം, അവൾ പറഞ്ഞു. ചുരുക്കത്തിൽ ഒരു സാരി പോലും സ്വന്തമായി നിനക്ക് വാങ്ങിത്തരാൻ അവന് കഴിയില്ല, അയാളുടെ കനിവില്ലാതെ, രാജേശ്വരി വിശ്വസിക്കാനാവാതെ പറഞ്ഞു. അനുരാഗിൻ്റെ അമ്മയ്ക്ക് ഇക്കാര്യം അറിയില്ലേ? ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ചെല്ലും മുമ്പ് കാര്യങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീയാണോ മോളെ അയാളുടെ കണ്ണിലെ കരട്? രാജേശ്വരിക്ക് സഹിച്ചില്ല. കമ്പനിയുടെ നടത്തിപ്പ് മുഴുവൻ രേഖാമൂലം അനുവിൻ്റെ അമ്മ അയാളെ ഏൽപ്പിച്ചിട്ടുണ്ടാവണം. അതാണ് അയാൾ ഇങ്ങനെ പെരുമാറാൻ കാരണം. ഞാൻ അവൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കാം, ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട അച്ഛാ, കുറച്ച് വെയിറ്റ് ചെയ്യാം. ഉച്ചയൂണ് കഴിഞ്ഞ് അനുരാഗ് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് അച്ഛനോടും അമ്മയോടും പല്ലവി ഈ വാർത്തകൾ കൈമാറിയത്. അവന് നിന്നോട് സ്നേഹമല്ലേ മോളെ? രാജേശ്വരി ചോദിച്ചു. വലിയ സ്നേഹമാണമ്മേ, ആൾ പാവമാണ്, അതാണ് കുഴപ്പവും, അവൾ പറഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ഗൗരവത്തോടെ ചർച്ച ചെയ്തു. പല വഴികളും മുന്നിൽ തെളിഞ്ഞു. അവയ്ക്കൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരുന്നു. കമ്പനി കാര്യങ്ങളിൽ അനുവിനെ കൂടുതലായി പങ്കെടുപ്പിക്കണമെന്ന് ഗോപിനാഥിനോട് ഗായത്രി ദേവി പറയട്ടെ, തൽക്കാലം അത് മതി. എന്താണ് അയാളുടെ പ്രതികരണം എന്നറിയാമല്ലോ, ഒടുവിൽ ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. ഈ സമയത്താണ് ഉച്ചമയക്കത്തിൽ നിന്ന് ഒരു ഫോൺ കോളിൻ്റെ ബെല്ലടി അനുരാഗിനെ ഉണർത്തിയത്. പൂജയുടെ വിളിയായിരുന്നു അത്. എവിടെയാണ്? അവൾ ചോദിച്ചു.
പല്ലവിയുടെ വീട്ടിൽ. അനുരാഗ് ഗുരുവായൂർ പോയിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ പോയിട്ടില്ല. നിർമ്മാല്യം കണ്ടു തൊഴണമെന്ന് പണ്ടേയുള്ള ആഗ്രഹമാണ്. നമുക്കൊന്നിച്ചു പോയാലോ? അവൾ ചോദിച്ചു. പോണെങ്കിൽ ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാം, അവൻ പെട്ടെന്ന് പറഞ്ഞു. പോരാ, നമ്മൾ രണ്ടുപേരും കൂടി പോകുന്നു. ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നു. പിറ്റേന്ന് രാവിലെ നിർമ്മാല്യം കണ്ട് തൊഴുതു മടങ്ങുന്നു. എന്താ? പക്ഷേ അത് എന്തു പറയണമെന്നറിയാതെ അനുരാഗ് ഒന്ന് പതറി. പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കണോ വേണ്ടയോ എന്ന് അത് കഴിഞ്ഞേ ഞാൻ തീരുമാനിക്കൂ. എൻ്റെ ചില സന്തോഷങ്ങൾ അനു സാധിച്ചു തരുമോ എന്നറിഞ്ഞിട്ട് മാത്രം. ഓക്കെ. അവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. അവൻ ഞെട്ടൽ മാറാതെ ഇരുന്നു. അടുത്ത ഭാഗം നാളെ.